സുഹൃത്തുക്കൾ, അപ്പൊ നമ്മള് മല കടന്ന് പുഴയെത്തിരിക്കുകയാണ്. ഇനി പുഴയിൽ നിന്ന് കടലിലേക്ക്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോബ്രോ. ഞാനാണ് നിങ്ങളുടെ അഖിത. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മാംഗ്ലൂർ ഒരു പുഴയുടെ തീരത്തുള്ള ഒരു റിവർ വ്യൂ, കവിത റിവർ വ്യൂ റിസോർട്ടിന്റെ ഫ്രണ്ടിലാണ്. ഒരു അടിപൊളി റിസോർട്ടാണ്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 5:30 കൂടി ഇവിടെ റിസോർട്ടിൽ എത്തിയായിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് അവിടെയാണ് നമ്മുടെ സൺസെറ്റ് കിട്ടിയത്. നമുക്ക് ഇതാ കിടക്കുന്ന ആ ബോട്ടുകളുടെ സൈഡിലായിട്ടായിരുന്നു സൺസെറ്റ്. ഈ കാണുന്ന പുല്ലിന്റെ ഇടയിലാണ് നമ്മുടെ ഇന്നലെ ഡ്രോൺ ക്രാഷായി വീണത്. അപ്പോൾ ഒരു അടിപൊളി റിസോർട്ടാണ്. ഞങ്ങൾക്ക് വെറും 1300 രൂപയ്ക്ക് ഒരു നോൺ AC റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല ക്ലീൻ ആണ്, നല്ല സ്പേഷ്യസ് ആണ്. നമുക്കൊരു ഭയങ്കര ഹോംലി ഫീൽ തോന്നുന്ന ഒരു നല്ലൊരു അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ടിൻസോബ്രോന്റെ അപ്രൂവ്ഡ്. അപ്പോൾ നമ്മുടെ ബൈക്കെല്ലാം സെറ്റാണ്, ബൈക്കെല്ലാം പാക്ഡ് ആണ്. ഇന്നലെ ഈ റിസോർട്ടിൽ ഒരു പ്രത്യേകത വെച്ചാൽ ബാംഗ്ലൂരിൽ ആരും മാസ്ക് ഉപയോഗിക്കുന്നില്ല. അപ്പം ഈ റിസോർട്ടിലെ ആളുകൾ മാത്രമാണ് മാസ്ക് ഇട്ട് കണ്ടത്. അപ്പോൾ കുറച്ച് കോവിഡ് പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ പാലിക്കുന്ന ഒരു റിസോർട്ടാണ്. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തതൊന്നുമല്ല, മംഗളവാരം വന്നു, ജസ്റ്റ് ബുക്ക് ചെയ്തു, ഗൂഗിൾ നോക്കി ബുക്ക് ചെയ്തു, പോയി. അപ്പോൾ വണ്ടികളെല്ലാം സെറ്റാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഉടുപ്പിയിലെ ഫിൽട്ടർ കോഫി ആൻഡ് മസാല ദോശ. നല്ല വിശപ്പുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞു, 8:30 കൂടി. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ റോഡിൽ കാണാം. സുലാൻ, അപ്പോൾ എല്ലാവരും എടുത്തില്ലേ? മൊബൈലുണ്ട്, വാലറ്റുണ്ട്, ബൈക്കുണ്ട്, ബാഗുണ്ട്, പെണ്ണുണ്ട്, ക്യാമറ ഉണ്ട്. ഓക്കെ, 118 കിലോമീറ്റർ സ്ട്രൈറ്റ് ഹൈവേ ആട്ടോ. ലൈൻ ഡിസ്പ്ലേ അവൻ ഇൻഡിക്കേറ്റർ ഇട്ടു. നേരെ റൈറ്റ്. അവൻ ഹൈവേ പിടിക്കേ. ഇതെന്താ വണ്ടി ഓടാത്തെ? വണ്ടി ഇത് കൊടുത്തിട്ട് പോണില്ല. ആക്സിലേറ്റർ മാക്സിമം കൊടുത്തേക്കോ. കണ്ടോ, ഇത് കണ്ടോ, ഫുൾ തിരിച്ചു പിടിച്ചേക്കാം. 57 മുകളിലോട്ട് കയറണില്ല വണ്ടി. RPM കയറ്റിക്കേ. വണ്ടി കേറുന്നില്ല, അതായുള്ളൂ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു മിനിറ്റ്. ഒരു വള്ളി സിവിയാറെ കുടുങ്ങി കിടപ്പുണ്ട്. അയ്യോ, ബാഗിന്റെ വള്ളി. സെറ്റ്. നമ്മുടെ ജിക്സാറിന് എന്താണ് കംപ്ലൈന്റ് നോക്കാം. സ്പീഡ് പിടിച്ചോ. വണ്ടികൾ ഭയങ്കര റഫാണ് ഇവര്. കൊടുത്താ 90, 95. ഒരു വർഷമല്ലോ. പനാച്ചി, ഖർവാർ, ഉടുപ്പി ജസ്റ്റ് 39 കിലോമീറ്റേഴ്സ്. ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഉടുപ്പി ആയിരിക്കും. ഉടുപ്പി. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത്. വാഴയുണ്ട്, മസാല ദോശയുണ്ട്, എല്ലാം ഉണ്ട്, അടിപൊളി. അങ്ങനെ നമ്മൾ ഉടുപ്പി വിട്ടിരിക്കുകയാണ്. CVR എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. ജിക്സറിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. ഞാൻ ജിക്സർ 100 വരെ കയറ്റി. ഓക്കെ, അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോകർണയിലുള്ള ഞങ്ങളുടെ സ്റ്റേ എന്താണ്ട് ബുക്ക് ചെയ്തു. സോ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ മസാല ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഗോകർണയിലെ ഒരു സ്റ്റേ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന സ്റ്റേ, അതിനകത്ത് ബീച്ച് ഫേസിങ് കിട്ടിയില്ല. അത് 2200 രൂപ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ വേറെ tripper.com, ട്രിപ്പർ വേൾഡ് എന്ന് പറയുന്നത്, അവർക്ക് പലയിടത്തും ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ പോലെ പലയിടത്തും സൈറ്റ്സ് ഉണ്ട്. അന്നേരം അതിൻ്റെ ഒരു ഗോകർണ ഡിവിഷൻ്റെ ഇതിൽ നമ്മൾ ബുക്ക് ചെയ്ത് 1678 രൂപ. AC കോട്ടേജ്, നോൺ AC കോട്ടേജ്. ടെൻറ്റിനൊക്കെ 400 രൂപ 500 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മിഡിൽ ബീച്ചിലാണ് ഇപ്പോൾ പോകുന്നത്. നേരത്തെ നമ്മൾ പോകുന്നത് വെച്ചിരുന്നത് പുഡ്ലെ ബീച്ചിലായിരുന്നു. പ്ലീസ് താങ്കളുടെ അടുത്തേക്ക് നോക്കൂ. കമാൻഡർ ഇൻ ചീഫ് സംസാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത കാണുന്നതാണ് ബീച്ചസ്, മനോഹരമായ റോഡുകൾ. വെൽക്കം ടു ദി ഗോവ റോഡ്സ്. യെസ്, ഫൈനലി നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഓ യാ, നിർത്തണോ? ഓഫ് കോഴ്സ്. ഞാൻ ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ മുന്നോട്ടോ. അവിടെ നിർത്തിക്കോ. ഇവിടെ നിർത്തിക്കോ. ഒന്നും നോക്കണ്ട, നിർത്തിക്കോ. യെസ്, അങ്ങനെ നമ്മൾ കോസ്റ്റൽ ഹൈവേ അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് വന്നാലോ?
ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇവിടെ മുരുദേശ്വറിനൊരു 10 കിലോമീറ്റർ അല്ലേ, 8 കിലോമീറ്റർ. അപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിൽ നിർത്തിയാണ്. കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് ഇട്ടത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫ്യൂൽ ഏകദേശം തീരാനായിരുന്നു. അപ്പോൾ അവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ കരിമ്പ് ജ്യൂസ് വാങ്ങാൻ പോവാണ്. വെള്ളം തീർന്നു, വെള്ളം വാങ്ങണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ ഞങ്ങളിനി മുരുദേശ്വര ചെന്നിട്ട് മുരുദേശ്വരുടെ ശിവ സ്റ്റാച്ചു കണ്ടിട്ട് ഗോകർണയ്ക്ക് വിടാം അല്ലേ? അവിടുന്ന് ഫുഡ് അടിച്ചിട്ട് ഗോകർണയ്ക്ക് വിടാൻ. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് അടിച്ചിട്ട് ഗോകർണയ്ക്ക് വിടാനാണ്. ഞാൻ ലൈറ്റായിട്ട് ടയർഡായി, ഡീഹൈഡ്രേറ്റഡ് ആയി ഞാൻ, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ ശരി, റോട്ടിൽ കാണാം. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോട്ടെ. അപ്പം ഞങ്ങൾ കരിമ്പ് ജ്യൂസ് വാങ്ങാൻ പോവാം. നീ ഇവിടെ ഇരിക്കട്ടാ. നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുന്നു. ഇത് മലയാളം. നമ്മുടെ ചാനൽ 2-3 നേരം കാണിച്ച് നമ്മൾ പോവാണ്. വെള്ളവും കിട്ടി, ജ്യൂസും കിട്ടി. ഓക്കെ. ഞാനിപ്പോഴാണ് ഓർത്തേ, ഞാനവിടെ പോയിട്ട് അവരോടൊക്കെ പയരിഞ്ഞ് വർത്താനാ, പക്ഷെ ബാസ്കറ്റ് ഇല്ല. എൻ്റെ മോനെ, ഏതാ എൻട്രൻസ്? ഓക്കെ സുഹൃത്തുക്കളെ, ഇത് ഈ കാണുന്നതാണ് മുരുദേശ്വര ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഇപ്പം ടെമ്പിൾ എന്താണല്ലോ ക്ലോസ്ഡ് ആണ്. ബാക്കിൽ കാണുന്നതാണ് ശിവ സ്റ്റാച്ചു. അവിടെയാണ് ശിവ സ്റ്റാച്ചു. നമുക്ക് അങ്ങോട്ട് പോകാം. ശിവ സ്റ്റാച്ചു കാണാൻ പോവാം. ഈ വരുന്നതാണ് പെമ്പിള്ളേർ. ഞാൻ കുറച്ച് ചെറുക്കൻ കുട്ടികളെയും കാണിച്ചു തരാം. ഓക്കെ സുഹൃത്തുക്കളെ, സാധാരണ നമ്മൾ ബൈക്കേഴ്സ് എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഹെൽമെറ്റും ഒക്കെ ജാക്കറ്റും ഒക്കെ എങ്ങനെ സെക്യൂർ ചെയ്യണമെന്നുള്ളത്. ഈ ജാക്കറ്റ് സെക്യൂർ ചെയ്യുന്നതിനെ പറ്റിയാണ് പലർക്കും അറിയത്തില്ലാത്തത്. നീളമുള്ള ഡെക്കാത്തലോടെ ലോക്ക് വാങ്ങുക, ജാക്കറ്റിൻ്റെ ഒരു കൈക്കകത്തോടെ കയറ്റുക, മറ്റേ കൈക്കകത്തോടെ ഇറക്കുക, നേരെ ഇതുണ്ടോ, ഒരു കൈക്കകത്തോടെ കയറ്റുക, മറ്റേ കൈക്കകത്തോടെ ഇറക്കുക, നേരെ ഹെൽമെറ്റിനകത്ത് കയറ്റുക, ലോക്ക് ചെയ്തിടുക. ഇത് നമ്മുടെ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിയ ലോക്കാണ്. അതെ, വണ്ടിയും വിട്ട് ലോക്കാണ്. അപ്പോൾ അഖിത ചെയ്ത പോലെ ഇപ്പോൾ വെറുതെ 2 കൂടെ ലോക്ക് ചെയ്തരുത്, വണ്ടിയിലേക്ക് ഇടാനുള്ള ഒരു പരിപാടിയും കൂടെ സെറ്റപ്പ് ആക്കണം. അതെ, ഭയങ്കരം തന്നെ, ഭയങ്കര ബുദ്ധിയാണല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ മുരുടേശ്വര ടെമ്പിളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നത് ഒരു 1:30-1:45 ആയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ 1 മണി തൊട്ട് 3 മണി വരെ ടെമ്പിൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ശിവ സ്റ്റാച്ചു കാണാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ശിവ സ്റ്റാച്ചുവിലോട്ടുള്ള എൻട്രൻസ് ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ശിവ സ്റ്റാച്ചുവിലോട്ടുള്ള എൻട്രൻസ്. ഓക്കെ, ഇവിടെ അവിടെ വരെ നടക്കണം. നല്ല വെയിലാണ്. ഞങ്ങൾ നട്ടുവെച്ച നേരത്ത് വന്നതാണ്. അപ്പോൾ ഇതാണ് ശിവ സ്റ്റാച്ചു. അപ്പോൾ നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണാം. നല്ല മുടിഞ്ഞ ചൂടാണ്. ഇതാ മുടിഞ്ഞ ചൂട് തരുന്നുണ്ട്. ഭയങ്കരമായ ഷോട്ടുകൾ എടുക്കുന്ന അഖിതത് കാണു സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുക അതിഭീകരമായ ഷോട്ടുകളിലൂടെ. ഓ മൈ ഗോഡ്. വണ്ടികളെല്ലാം ബീച്ചിൻ്റെ അകത്ത് വരെ കയറ്റുന്നുണ്ട്. അതാ അടുത്ത് വരെ വണ്ടികൾ കയറ്റുന്നുണ്ട്. അതാ അവിടെ സ്മോക്കാരൊക്കെ. ഇത് ഡ്രൈവിംഗ് ബീച്ചിൽ പോലെയാണ്. അപ്പോൾ നമ്മളെന്താണേലും ഈ ബീച്ച് റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ ഉള്ള പരിപാടിയൊക്കെ. പുറകിലാണ് സ്റ്റാച്യു, അതാണ് അമ്പലം, ഇതവിടെ ബീച്ച് റെസ്റ്റോറൻറ്റ്. നോക്കട്ടെ എന്താ പരിപാടിയെന്ന്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നവീൻ ബീച്ച് റെസ്റ്റോറൻറ്റിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഒരു സീ വ്യൂ ഒക്കെ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ മീൽസ്, നമുക്ക് ഇവിടുത്തെ കർണാടക മീൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഫുഡ് കണ്ടപ്പോൾ സന്തോഷം കണ്ടു. ഓമ്പോ, ഇത്ര നേരവും എന്നെ തിന്നുമായിരുന്നു. ഭക്ഷണം കിട്ടിയപ്പോൾ ഇനി എന്നെ തിന്നാതിരിക്കുമായിരിക്കും അല്ലേ? ലേഡി ഓക്കെ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് തിരിച്ചു വന്നു. ബൈക്കൊക്കെ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, ആരും എടുത്തൊന്നുമില്ല, ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പാർക്ക് ചെയ്തേക്കുന്ന ഈ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ പാർക്കിങ്. പക്ഷേ അവിടെയാണ് കാർ പാർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ആ ഗേറ്റുകൾ, മുന്നിലുള്ള ഗേറ്റ് ഇന്നും ഔട്ടും മര്യാദയ്ക്ക് അവർ പണിയാൻ തുടങ്ങിയിട്ടില്ല. അത് കാരണമാണ് കാറുകളെല്ലാം ഒരു സൈഡിൽ കൂടെ കയറി ഇറങ്ങുന്നത്. അത് പണിത് കഴിഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ വൃത്തിയായിട്ടിരിക്കുമായിരിക്കും. ഇനിയൊരു സംഭവം കിട്ടോ, ഈ ഗോപാർഡ എന്താ സംഭവം എന്താണെന്നറിയാവോ? പശുക്കളെ മേയ്ക്കുന്നവൻ, അതാണ് സംഭവം. സോ ബേസിക്കലി ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇനി പശുക്കളായിരിക്കും റോഡിൽ മുഴുവൻ. പശുക്കളെ ഓണടിക്കരുത്, പശുക്കളൊന്നും പറയരുത്, പശുക്കളൊന്നും ചെയ്യരുത് എന്നുള്ള കൺസെപ്റ്റുകളായിരിക്കും ഇനി ആൾക്കാർ സഞ്ചരിക്കുന്നത്. സോ ഓക്കെ, ഇനി അങ്ങനെയാണ് മൊത്തം. യെസ്, അടുത്ത പശു പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ. ഓ മൈ ഗോഡ്, ഗോകർണ, വെൽക്കം ടു ഗോകർണ. അമ്പോ, അപ്പുറവശമൊക്കെ ബ്ലോക്കാണ്.
ആ ഒരു എൻജിൻ അഴിച്ചു മാറ്റിയതാണ് എൻ്റെ മോനെ. I heard about you long before we met. You're winsome and you're young, at least that's what they said. Underneath your glitter and your gold, you can't deny the fact that you are growing old. You have 1,000 eyes that never fall asleep. Someday I will leave you when I've had enough of your beauty. നേരത്തെ കണ്ട ബ്ലോക്കിൽ നിന്നുള്ള സകല വണ്ടികളും എത്തി തുടങ്ങി. അപ്പോൾ ഇതാണ് ഹൈവേന്ന് ഗോകർണയിലേക്ക് തിരിയുന്ന റോഡ്. ഏകദേശം ഈ ജംഗ്ഷനിൽ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏതാണ്ട് 12 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം അരമണിക്കൂർ. ഇവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങി, വൈകുന്നേരമായി. അപ്പം ചെന്നിട്ട് നമുക്ക് സൺസെറ്റിന് കാണാം. നമ്മുടെ കരിക്കൊക്കെ കുടിച്ച് ഞങ്ങൾ ഓരോന്നും ഇവിടെ കരിക്ക് സ്പോട്ട്, ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ശരി, റോഡിൽ കാണാം. ഗോകർണയ്ക്ക് 9 കിലോമീറ്റർ കേട്ടോ. അയ്യോ, ഇതേതോ കാട്ടിക്കൂടെ ആണല്ലോ പോകുന്നത്. കൊഞ്ഞ വഴി കൊടുക്കുക സാർ, സാർ പ്ലീസ്. ഇതാണ് ഇവിടെ എല്ലാവരും ഉണ്ട്. ട്രിപ്പർ ഹോട്ടൽ. അണ്ണാ എന്താ ട്രിപ്പർ? ഇതാ പാർക്കിങ്ങാ? ഓക്കെ സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മുടെ പാർക്കിങ്. ഓക്കെ, ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഈ ടെമ്പിളിൻ്റെ ഇവിടെ. എന്നിട്ട് നമ്മൾ നടക്കാൻ പോവാണ് ബീച്ചിൽ കൂടെ. അമ്മേ, അപ്പം ചെറിയ ടാസ്ക്കാണ് അല്ലേടി. ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ടാവും നമ്മുടെ ട്രിപ്പർ എന്ന് പറഞ്ഞ ഹോസ്റ്റലിലേക്ക്. അമ്മേ, അഖിത ഹെൽമെറ്റും വെച്ചോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എന്നെ കടലിൽ തള്ളി താഴിടും. ഞാൻ മാസ്ക് വെച്ചിട്ട് മടുത്ത്. ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിന് മാസ്കില്ല, അതാണ് ഞാനും മാസ്കില്ലാണ് നടക്കുന്നത്. സാമൂഹിക അകലം കുഴപ്പമില്ല, എല്ലാവരും ഒരു 10,000 മീറ്റർ ദൂരെയാണ്. അപ്പോൾ അതാ ട്രിപ്പർ. ഓ ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഫൈനലി വി മേഡ് ഇറ്റ് ടു ട്രിപ്പേഴ്സ്. ട്രിപ്പറെത്തി. അവിടെയാണ് റിസപ്ഷൻ. അവർ 2 മിനിറ്റ് ഫോൺ കോൾ കഴിഞ്ഞിട്ട്. ഇതാണ് ഇവിടുത്തെ. ഏകദേശം എത്ര കിലോമീറ്റർ നടത്തി? 250 സംതിങ് കിലോമീറ്റേഴ്സ്. അപ്പോൾ ശരി, റോട്ടിൽ കാണാം. ചെറുതായിട്ടൊന്ന് മടുത്ത പോലെ ഒന്ന് ലഗേജൊക്കെ നിറച്ച് ഫ്രഷ് ആകുമ്പോൾ തന്നെ അതൊക്കെ സെറ്റാവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഇനി ട്രിപ്പറിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വ്ളോഗിൽ കാണാം. ജസ്റ്റ് ഒരു ബാക്ക് പാക്ക് സ്റ്റേ ആണ്, വളരെ നൈസായിട്ടൊരു സ്റ്റേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വ്ളോഗിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ശരി, റോട്ടിൽ കാണാം. നിങ്ങളുടെ സ്വന്തം ടിൻസോബ്രോ അഖിതയും. എനിക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടി. എന്താ പറയേണ്ടത് കിട്ടാതെ. റോട്ടിൽ കാണാം നിങ്ങളുടെ അഖിത എന്ന് പറ. ടിൻസോബ്രോടൊപ്പം റോട്ടിൽ കാണാം അഖിത. അപ്പോൾ ടിൻസോബ്രോയുടെ വ്ളോഗ് എൻഡ്. I haven't gotten used to your scent. I'm certain you have had another cigarette. Nothing could prepare me for your style. The way your laughter seemed to go for miles and miles. You have 1,000 eyes that never fall asleep. Someday I will leave you when I've had enough of your beauty. Doopy doompa wumbo